يا أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. ആദരണീയരായ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിതത്തിലുടനീളം തഖ്വ പാലിച്ച് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വഴിയിലിരിക്കുന്ന കുട്ടികളൊക്കെ അങ്ങോട്ട് കയറിയിരിക്കുക. ഏറ്റവും മുമ്പിലുള്ള സൊഫിലെ ഗ്യാപ്പിലേക്ക് കയറി വരിക. വാതിലിന്റെ അവിടെ ഇരിക്കുന്ന കുട്ടികൾ പള്ളിയിൽ കയറി വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുൻപിലുള്ള ഒഴിവിലേക്ക് കയറിയിരിക്കും. പിറകിൽ വരുന്ന ആളുകൾക്ക് ചുമല് ചാടി കിടക്കാനുള്ള അവസരം ഉണ്ടാവരുത്. പവിത്രമായ മാസം, പവിത്രമായ ദിനങ്ങളിലൂടെ ഹാജിമാർ മിനായിലേക്കുള്ള യാത്രക്ക് വേണ്ടി ഒരുങ്ങി, ഹാജിമാരല്ലാത്തവർ ബലിപെരുന്നാൾ ആഘോഷത്തിനു വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ ഒരു വിശ്വാസി ഓർത്തെടുക്കേണ്ട, അവന്റെ മനസ്സിൽ ശക്തമായി നിലനിൽക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ് പ്രവാചകന്റെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ 2 ദിവസങ്ങളിലായി പ്രവാചകൻ ഈ ഉമ്മത്തിനോട് നൽകിയ ഉപദേശങ്ങൾ. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ അറഫാത്തിൽ വെച്ചുകൊണ്ടും പിറ്റത്തെ ദിവസവും പ്രവാചകൻ നൽകിയ നിരവധി ഉപദേശങ്ങൾ. അതിൽ നിന്ന് വളരെ അനിവാര്യമായ 6 പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിത്യജീവിതത്തിൽ നിത്യപ്രസക്തമായി നമ്മുടെ ജീവിതത്തിന്റെ കൂടെ നിലനിൽക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമതായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ അറിയിപ്പ്. അത് ഹജ്ജത്തുൽ വദാഇലെ സംസാരത്തിലൂടെയായിരുന്നു. റസൂലുള്ളാഹിന്റെ സംസാരം തുടങ്ങുന്നത് അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി ഉബയ്യിൻ ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എന്റെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ വിശദീകരിക്കപ്പെടാൻ പോവുകയാണ്. ഈ സ്ഥലത്ത് വെച്ച് അടുത്ത ഒരു വർഷം ഞാൻ നിങ്ങളുമായി കണ്ടുമുട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശ്രോതാക്കളെ 1,40,000 വരുന്ന 40ന്റെയും 50ന്റെയും ഇടയ്ക്ക് 1,50,000 വരുന്ന സഹാബയെ കിറാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ഹജ്ജിന്റെ സന്ദർഭങ്ങളിലൂടെ, ഹജ്ജിന്റെ മനാസിക്കുകളിലൂടെ പ്രവാചകൻ കടന്നു പോകുമ്പോഴെല്ലാം പ്രവാചകൻ പറഞ്ഞ വാചകം ഇതായിരുന്നു: അയ്യുഹന്നാസ് ഖുദൂ അന്നി മനാസികക്കും. ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്തുകൊണ്ട് എന്നിൽ നിന്ന് സ്വീകരിക്കണം? ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ആമി ഹാദാ. ഈ ഒരു കൊല്ലത്തിന് ശേഷം ഇനി അടുത്ത വർഷം ഞാൻ ഹജ്ജ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയുകയില്ല. ഹജ്ജിന്റെ ഏതെങ്കിലും ഒരു കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ശ്രദ്ധിക്കുന്നത് വിട്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ പ്രവാചക മാതൃക എങ്ങനെയെന്ന് നിങ്ങൾ അറിയപ്പെടാതെ പോകും. അതുകൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന പ്രവാചകന്റെ പ്രത്യേകമായ ഉപദേശം. ആ വാചകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മരണ സാമീപ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം അത് പ്രവാചകനിൽ ഉണ്ടായിരുന്നു, അത് നമ്മിലും ഉണ്ടാവണം. നമ്മൾ പഠിക്കേണ്ട പാഠം. സൂറത്തുൽ ഫതഹ്, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ
ഇന്നഹു കാന തവ്വാബ. ഈ സൂറത്ത് ഇറങ്ങുന്നത് പ്രവാചകന്റെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ അയ്യാമുത്ത ശരീഅത്തിന്റെ ദിനങ്ങളിൽ മിനായിൽ താമസിക്കുന്നതിന്റെ ഔസത്തിൽ അതിന്റെ മധ്യഭാഗത്തായിരുന്നു എന്ന്. എന്താ സൂറത്തിൽ പറയുന്നത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വിജയവും നസ്റും സഹായവും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ദീനിലേക്ക് ആളുകൾ ധാരാളമായി ഒഴുകുന്നത് നിങ്ങൾ കണ്ടാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം നിങ്ങൾ റബ്ബിനെ തസ്ബീഹ് നടത്തണം, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണമെന്നാണ്. എന്താണ് ഈ സൂറത്തിന്റെ ലക്ഷ്യം? സ്വഹാബികളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ചില സ്വഹാബികൾ മറുപടി പറഞ്ഞത്, അമറന അൻ നഹ്മദല്ലാഹ വനസ്തഗ്ഫിറുഹു ഇദാ ജാഅനാ ഇദാ നസറന വഫുതിഹ അലൈനാ, ഞങ്ങളിലേക്ക് അല്ലാഹുവിന്റെ നസ്ർ കടന്നു വരികയും ദീനിന്റെ മേഖലയിൽ ഒരു തുറവ് ഞങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്താൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയണം എന്നാണ്. അതേ സദസ്സിലുണ്ടായിരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യം, എന്താണ് ഈ സൂറത്തിന്റെ ലക്ഷ്യമെന്ന്. ആ സൂറത്തിന് അദ്ദേഹം നൽകിയ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഹുവ അജ്ലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ വഫാത്ത്, റസൂലുള്ളാഹിയുടെ അജ്ൽ അവധി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ സൂറത്തിലൂടെ അറിയിക്കപ്പെടുന്നത് എന്ന് അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്തിന്റെ അവതരണത്തിന് ശേഷം ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ, ഒരു കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം അതിന് നുഖ്സാൻ അല്ലാതെ, ചുരുക്കമല്ലാതെ സംഭവിക്കുകയില്ല എന്ന്. ഇസ്ലാം പൂർത്തിയായിട്ടുണ്ട്, പ്രവാചകന്റെ വിയോഗത്തിന്റെ സന്ദർഭമായിട്ടുണ്ട്, ഇനി അതിലേക്ക് പുതുതൊന്നും വരാനില്ല, ഇനി സംഭവിക്കൽ അതിൽ നിന്ന് കുറഞ്ഞു പോകലായിരിക്കും എന്ന തരത്തിൽ അദ്ദേഹം ആ സൂറത്ത് സംബന്ധമായ പ്രതികരണം നടത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്റെ അവസാനത്തെ ഹജ്ജിന്റെ സന്ദർഭത്തില് ഈ സമൂഹത്തോട്, ഖിയാമത്ത് നാൾ വരെയുള്ള സമൂഹത്തോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സംസാരത്തിൽ ഒന്നാമത് പഠിക്കേണ്ട പാഠം മരണ സാമീപ്യത്തെ സംബന്ധിച്ചുള്ള ബോധത്തോടുകൂടി ജീവിക്കണം. ആ ഒരു ബോധത്തോടുകൂടിയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. രണ്ട്, പ്രവാചകന്റെ സംസാരത്തിന് പഠിക്കേണ്ട പാഠം, മനുഷ്യന് ആദരവ് കൽപ്പിക്കണം. മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ രക്തത്തിന്, അവന്റെ ധനത്തിന്, അവന്റെ അഭിമാനത്തിന് ഒരു നിലക്കുമുള്ള കോട്ടം സംഭവിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളോ പ്രതികരണങ്ങളോ പെരുമാറ്റങ്ങളോ അവന് ഉണ്ടാകാൻ പാടുള്ളതല്ല. സഹോദരന്മാരെ, മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രാഇന്റെ 70-ാമത്തെ ആയത്തിൽ വലഖദ് കറംനാ ബനി ആദം, ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ കേൾപ്പിച്ച സൂറത്ത് വചനം, വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നവൻ. വഹമൽനാഹു ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെ കരയിലൂടെ അവനെ നാം വഹിച്ചു കൊണ്ടുപോകുന്നു. വറസഖ്നാഹു മിന ത്വയ്യിബാത്ത്, ത്വയ്യിബാത്തിൽ നിന്ന് അവർക്ക് നാം റിസ്ക് നൽകുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഇതര സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകുകയും ചെയ്തു. ഒന്ന് സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് മനുഷ്യനും ഇതര ജീവജാലങ്ങളെ ഒന്നിങ്ങനെ കമ്പയർ ചെയ്യാം. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് തുടങ്ങുന്നത് അദ്ദേഹം എങ്ങനെയാണ് മനുഷ്യനെ ആദരിച്ചത്, അവന്റെ നടത്തത്തിലൂടെയാണ്. ഇതര ജീവികൾ എങ്ങനെ നടക്കുന്നത്? പാമ്പ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഇഴഞ്ഞിട്ടാ നീങ്ങുക. ഈ പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നവരൊക്കെ, അങ്ങാടിയിലേക്ക് വരുന്നവനൊക്കെ, കച്ചവടത്തിന് പോണവനും പഠിക്കാൻ പോകുന്നവനൊക്കെ അവന് ഇഴഞ്ഞുകൊണ്ട് മനുഷ്യൻ സഞ്ചരിക്കുന്ന ഒരു വ്യവസ്ഥയായിരുന്നു റബ്ബ് സംവിധാനിച്ച് വെച്ചിരുന്നതെങ്കിൽ, അങ്ങനെ അള്ളാഹ് സംവിധാനിച്ച് കുറെ ജീവികൾ ഇവിടെ ഉണ്ട്. മനുഷ്യരും അങ്ങനെയായിരുന്നു. നമ്മൾ ഇഴഞ്ഞുകൊണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന ഒരു അവസ്ഥയെങ്കിലും ഒന്ന് ആലോചിച്ചു. 4 കാലിൽ നടക്കുന്ന ജീവികളുണ്ട്. 4 കാലിലായിരുന്നു ഞാൻ പള്ളിയിലേക്ക് വരുന്നത്. എല്ലാ ആൾക്കാരും പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നത് 4 കാലിലായിരുന്നുള്ള അവസ്ഥ. നമ്മൾ തിന്നുന്ന തീറ്റയെ കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് നമ്മൾ തിന്നുന്നതിന്റെ റസഖ്നാഹും മിന ത്വയ്യിബാത്ത്, ത്വയ്യിബാത്തുകളിൽ നിന്ന് നാം അവർക്ക് വിശിഷ്ടമായതിനെ ഭക്ഷണമായി നൽകി എന്ന. കോഴി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു മനുഷ്യന് നിശ്ചയിച്ചതെങ്കിൽ തനിക്ക് വേണ്ട തീറ്റ വായ കൊണ്ട് ഫ്ലോറിൽ നിന്ന്, നിലത്തുനിന്ന് ഇങ്ങനെ അവൻ കൊത്തിയെടുത്ത് കടിച്ചു പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പന്നി ഓടകളിൽ നിന്ന്, ഡ്രെയിനുകളിൽ നിന്ന് അവശിഷ്ടങ്ങൾ തിന്നുന്ന അതുപോലെയുള്ള ഒരു അവസ്ഥയായിരുന്നെങ്കിൽ, നായ മനുഷ്യന്റെ വിസർജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഭക്ഷിക്കുന്ന, എല്ലാ മേഖലയിലും അവന്റെ വസ്ത്രധാരണത്തിൽ
എല്ലാ മനുഷ്യന് ഇതര ജീവജാലങ്ങള് മലമൂത്ര വിസർജനം നടത്തി ഒരു ശുദ്ധീകരണത്തെ കുറിച്ചും ചിന്തിക്കാതെ രാവിലെ തൊഴുത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, മേയാൻ പോകുന്നു, തിരിച്ചു കൂട്ടിലേക്ക് വരുന്നു. മനുഷ്യൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരും നേരം എടുത്ത് ഇങ്ങോട്ട് വന്നത് വസ്ത്രമൊന്നും ധരിക്കാതെ അവന് മലമൂത്ര വിസർജന ശുദ്ധീകരണം ഒന്നും ഇല്ലാണ്ട് ഒരു നാലുകാലിൽ ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഇങ്ങനെ ആലോചിച്ചു. ആദമിന്റെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുന്നുവെന്ന ആ ഒരു ആദരവ്, റബ്ബ് നൽകിയ ആദരവിനെ കാത്തു സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം നമ്മിലുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹിജ്റയുടെ 10ാമത്തെ വർഷം അറഫാത്തിൽ കൂടിയ 1 ലക്ഷത്തോളം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ ചോദിച്ചു, അയ്യോ മിൻ ഹാദാ, ഏതാണ് ഈ ദിവസം എന്ന് നിങ്ങൾക്കറിയാമോ? പിന്നീട് റസൂലുള്ളാഹിയുടെ ചോദ്യം, അയ്യു ബലദിൻ ഹാദാ അയ്യു ശഹരിൻ ഹാദാ, ഏതാണ് ഈ മാസം, ഏതാണ് ഈ ദിവസം, ഏതാണ് ഈ സ്ഥലം? ജനങ്ങൾ പ്രതികരിച്ചു, ഇത് മക്കയാണ്, ഇത് അറഫാത്താണ്, ഇത് ദുൽഹജ്ജ് മാസമാണ്. ആ ദിവസത്തിന്റെ മാസത്തിന്റെ പവിത്രത അവർ വിളിച്ചു പറഞ്ഞപ്പോ പ്രവാചകന്റെ തിരിച്ചുള്ള പ്രതികരണം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ രക്തം ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ നിങ്ങൾക്ക് പവിത്രമാക്കിയിരിക്കുന്നു. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന, അല്ലാഹു നൽകിയ ആദരവിനെ മറികടക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടുള്ളതല്ല. മറ്റൊരുത്തന്റെ രക്തം ചിന്തുന്ന, മറ്റൊരുത്തന്റെ സമ്പത്തിന് അന്യായമായി തിന്നുന്ന ഒരവസ്ഥ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വരാൻ പാടുള്ളതല്ല. ലോകത്ത് നിലനിന്നിട്ടുണ്ട് വർണ്ണവൈചാത്യങ്ങൾ, റാസിസം ലോകത്ത് എല്ലായിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. സവർണരും അവർണരുമായിരുന്ന ഒരവസ്ഥ. സവർണന്റെ തീണ്ടാപ്പാടകലെ കൂടെ 24 അടി മുതൽ 64 അടി വരെയാണ് തീണ്ടാപ്പാടകലം. ഓരോ ജാതിക്കാർക്കും വ്യത്യസ്തമായ അകലമായിരുന്നു. 1924 മാർച്ച് 30-ാം തീയതി മുതൽ 600 ദിവസക്കാലം നീണ്ടുനിന്ന വൈക്കം സത്യാഗ്രഹത്തിലൂടെയാണ് ഈ രാജ്യത്ത് നിയമപരമായി കൊണ്ട് ജാതീയമായ വ്യവസ്ഥ ഒഴിവാക്കിയത്. പക്ഷേ ഇന്നും സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, കറുത്ത തൊലിയുള്ളവൻ അടുത്തേക്ക് വന്ന മറ്റൊരു പുച്ഛ. ഫുട്ബോൾ മൈതാനികളിൽ കറുത്ത വർഗക്കാരൻ പന്ത് തട്ടുമ്പോ ഗാലറികളിൽ നിന്ന് തെറിയഭിഷേകങ്ങൾ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കറുത്ത വർഗക്കാർക്കെതിരെ തൊലി കറുത്തതിന്റെ പേരിൽ, സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ, സാമൂഹികമായി പിന്തള്ളപ്പെട്ടതിന്റെ പേരിൽ പല നിലക്കും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഒരവസ്ഥ സാമൂഹികമായി നിലനിൽക്കുന്നുണ്ട്. രക്തം ചിന്തനകൾ സമൂഹത്തിൽ വ്യാപകമാണ്. ഒരു യഥാർത്ഥ മുസ്ലിം ആ ഒരു മേഖലയിലേക്ക് ചിന്തിക്കുവാൻ പോലും പാടില്ല. ഇസ്ലാമിന്റെ പേരിൽ പൊട്ടിത്തെറിക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ പേരിൽ മറ്റുള്ളവരെ രക്തം ചിന്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ ഒരിക്കലും ന്യായമായി ഇസ്ലാം അനുവദിച്ച 3 കാര്യങ്ങൾ ഭരണാധികാരിയുടെ ഉത്തരവിനനുസരിച്ചുകൊണ്ട് ഭരണാധികാരി നിയോഗിക്കുന്ന പ്രതിനിധിക്കല്ലാതെ ഒരാളുടെ ജീവനെടുക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വമാണ്. അതുകൊണ്ട് പ്രവാചകന്റെ ഗൗരവമേറിയ അധ്യാപനത്തെ, ആ പ്രസംഗത്തിലെ പാഠത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്റെ സഹോദരങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. 3ാമതായി പ്രവാചകന്റെ സംസാരമധ്യേ പ്രവാചകൻ സൂചിപ്പിച്ചത്, എന്തിനാ നബി വന്നത്? അത് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ. എന്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ? തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ, ജാഹിലിയ്യത്തിൽ നിന്ന് സംസ്കരിക്കാൻ. ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന കുറെ തിന്മകൾ ഉണ്ടായിരുന്നു. ആ തിന്മകളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന പ്രവാചകൻ തന്റെ അന്തിമ പ്രസംഗത്തിൽ വെച്ച് ആ ജാഹിലിയ്യത്തിലെ പ്രത്യേകമായ 1-2 കാര്യങ്ങളെ എടുത്തു പറയുകയാണ്. ജാഹിലിയ്യത്തിൽ ഉണ്ടായിരുന്ന രക്തപ്പക അത് ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തില് ആളുകൾ തമ്മിൽ, ഗോത്രങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധങ്ങൾ ഉണ്ടാവും. ഒരുത്തൻ കൊല്ലപ്പെട്ടാൽ തിരിച്ചു കൊല്ലാനുള്ള അവസരങ്ങളെ കാത്തു നടക്കും. എത്ര വർഷം വേണമെങ്കിലും ആ പകയുമായി നടക്കുകയും എന്നിട്ട് അതിന് പകരം വീട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ പേരിൽ പിന്നെ അങ്ങോട്ട് ആക്രമിക്കുന്ന വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നു. മദീനയിലേക്ക് റസൂലുള്ളാഹി വരുന്നതിന്റെ തൊട്ട് മുമ്പ് അവിടെ ഒരു യുദ്ധം അവസാനിച്ചിരുന്നു. ആ യുദ്ധത്തിന്റെ പേര് ബുആസ് യുദ്ധമാണ്. 40 കൊല്ലമായിരുന്ന യുദ്ധത്തിന്റെ പേര്. 40 കൊല്ലം കുടുംബങ്ങൾ തമ്മിലുള്ള പക വെച്ച് പുലർത്തിക്കും. ആ ജാഹിലിയ്യത്തിന്റെ സംസ്കാരത്തെ, അധമമായ സംസ്കാരത്തെ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ തന്റെ കുടുംബത്തിൽ നിന്ന് അതിനൊരു മാതൃകയും കാണിച്ചു കൊടുത്തു.
റസൂലുള്ളാഹിന്റെ വല്യാപ്പ അബ്ദുൽ മുത്തലിബിന് 14 ആൺകുട്ടികളാണ്. അബ്ദുള്ള, അബൂ താലിബ്, ഹൻസ, അബ്ബാസ് ഉൾപ്പെടെ. ഇതിൽ മൂത്ത മകൻ ഹാരിസ്. ആ ഹാരിസിന്റെ മകൻ റബീഅ, ആ റബീഅയുടെ മകൻ ഹാരിസ്. ഇല്ലാപ്പന്റെ പേരും പേരക്കുട്ടിന്റെ പേരും ഒന്നെ. ചെറിയ കുട്ടിയായിരിക്കെ ലൈസ് ഗോത്രത്തിലേക്ക് പാല് കുടിക്കാൻ വേണ്ടി ഖുറൈശികൾ പറഞ്ഞയച്ചത് അന്നത്തെ ഒരു സമ്പ്രദായമായി. ലൈസ് ഗോത്രവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹുദൈൽ ഗോത്രവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും അമ്പെയ്ത്ത് നടത്തുകയും ഖുറൈശിൽ നിന്ന് ലൈസിലേക്ക് പാല് കുടിക്കാൻ വേണ്ടി കൊടുത്തയക്കപ്പെട്ട റസൂലുള്ളാഹിയുടെ കുടുംബത്തിൽപ്പെട്ട ഹാരിസ് എന്ന് പറയുന്ന കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി മരണപ്പെട്ടു പോവുകയും ചെയ്തു അമ്പേർ കൊണ്ടുകൊണ്ട്. ഖുറൈശികൾ ഈ ഹുദൈലിനെതിരെ പകരം വീട്ടുന്നതിനുള്ള അവസരത്തെ തക്കം പാർത്തുകൊണ്ട് നടക്കുകയായിരുന്നു. ആ അവസരത്തെ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് ഖുറൈശികൾക്ക് പകരമായി കിട്ടാനുള്ള ഹാരിസിന്റെ ഇബ്നു റബീഅയുടെ അവന്റെ രക്തത്തിനുള്ള പക ഞങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് പ്രസംഗിക്കുക. പക കൊണ്ട് നടക്കുന്ന ആ ഒരു അവസ്ഥ, അത് ഇങ്ങനെ 1 കൊല്ലം കഴിഞ്ഞാലും തീരാത്ത, 2 കൊല്ലം കഴിഞ്ഞാലും തീരാത്ത, 10 കൊല്ലം കഴിഞ്ഞാലും തീരാത്ത, വാപ്പയുടെ വല്ലിപ്പയുടെ തറവാട്ട് സ്വത്തുകൾ ഓഹരിവെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾ, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മരിക്കോളം നീറുന്ന മനസ്സുമായിട്ട് നടക്കുകയും മരിക്കാൻ നേരത്തെ ഞാൻ മരിച്ച എന്റെ മയ്യത്തവന് കാണിച്ചു കൊടുക്കരുത്, വസിയ്യത്തൊക്കെ പറയൊക്കെ ചെയ്തു പോകുന്ന ചില മനുഷ്യന്മാരൊക്കെ സമൂഹത്തിൽ കാണാൻ. ഇത് ജാഹിലിയ്യത്തിന്റെ സംസ്കാരമാകുന്നു. ഇത് പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അവസാനിപ്പിച്ചതാകുന്നു. വീണ്ടും കാണാം റസൂലുള്ളാഹിയുടെ അധ്യാപനം, വഇന്ന കുല്ല റിബ മൗളൻ വലകും റൂസു അംവാലികും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ അല്ലാഹു അൻ ലാ റിബ വഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗളൂഅൻ കുല്ലു. പലിശ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ പലിശ അവസാനിപ്പിക്കുന്നു. അവിടെ വെച്ച് 1400 കൊല്ലം മുമ്പ് അറഫാത്തിൽ വെച്ചുകൊണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ക്യാപിറ്റൽ റൂസ് അത് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. പ്രൈമറി എമൗണ്ട് എത്ര വാങ്ങിയിട്ടുണ്ടോ അത് തിരിച്ചു കൊടുക്കണം. അധിക പലിശ കൊടുക്കേണ്ടതില്ല. അത് റസൂലുള്ളാഹി അവസാനിപ്പിച്ചത് കുടുംബത്തിൽ വെച്ച അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കൊടുക്കാനുള്ള പലിശ ഇനി നിങ്ങൾ ആരും കൊടുക്കേണ്ടതില്ല, ഞാൻ എന്റെ കാൽ കീഴിലിട്ട് ചവിട്ടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് മദ്യക്കച്ചവടം ഉണ്ടായിരുന്നു, പലിശന്റെ ഇടപാടുണ്ടായിരുന്നു, വ്യാപകമായ വ്യഭിചാരം, എല്ലാ തിന്മയും ഉണ്ടായിരുന്നു. ആ തിന്മകൾ ഒന്നടങ്കം ജാഹിലിയ്യത്തിന്റെ മുഴുവൻ പോരായ്മകളും പ്രവാചകൻ അവസാനിപ്പിച്ചത് അത് ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ടായിരുന്നു. എന്റെ സഹോദരന്മാരെ, എന്തായിരുന്നു ജാഹിലിയ്യത്തിന്റെ വിശ്വാസം? പഠിക്കണം നമ്മൾ. എന്തായിരുന്നു ജാഹിലിയ്യത്തിന്റെ തിന്മകൾ, സ്വഭാവങ്ങൾ? അത് അറിയണം നമ്മൾ. അത് പഠിക്കാൻ സമയം കണ്ടെത്തണം നമ്മൾ. എന്നിട്ടത് നമ്മിലില്ല, അത് പ്രവാചകൻ വിരോധിച്ചതാണ് എന്ന ഒരു തിരിച്ചറിവിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നാലാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സന്ദർഭത്തിൽ പറഞ്ഞു, അയ്യുഹന്നാസ്, ലയുമനുഷ്യരെ, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ അവർ സഹോദരന്മാരാകുന്നു. ഫലാ യഹില്ലു ലിംരിഇൻ മാലു അഖിഹി ഇല്ലാ മാ അഅതാഹു അൻ തുയിബി നഫ്സിൻ മിൻഹു വലാ തദ്ലിമു അൻഫുസകും. സത്യവിശ്വാസികൾ അവർ പരസ്പരം സഹോദരന്മാരാകുന്നു. തന്റെ സഹോദരന്റെ തൃപ്തിയോടുകൂടിയല്ലാതെ അവന്റെ ധനം ആരും കരസ്ഥമാക്കുവാൻ പാടുള്ളതല്ല. ഒരു ഉമ്മ പ്രസവിച്ച ജ്യേഷ്ഠനും അനുജനും തമ്മിൽ നിലനിൽക്കേണ്ട സ്നേഹബന്ധം, സാഹോദര്യ ബന്ധം, അത് മുസ്ലിം ഉമ്മത്തിന്റെ ഇടക്ക് ഉണ്ടായിരിക്കണം. അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം പൂർത്തിയായിട്ടില്ല, നമ്മുടെ ഇസ്ലാം ശരിയായിട്ടില്ല. ഒരാളെ ദഹിക്കാതിരിക്കുക, ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക, പോരായ്മകൾ ഉണ്ടാവാം, ജ്യേഷ്ഠന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ജ്യേഷ്ഠന്റെ സ്വഭാവങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴും അവൻ ജ്യേഷ്ഠനാണ് എന്നുള്ള ഒരു ബന്ധം, അനുജനാണ് എന്ന ഒരു ബന്ധം, സഹോദരിയാണ് സഹോദരനാണ് എന്ന ഒരു ബന്ധം, ആ ഒരു ബന്ധം എത്രമാത്രം ദൃഢവൽക്കരിക്കുന്നു, ആ ഒരു അവസ്ഥ മുസ്ലിം ഉമ്മത്തിന്റെ അകത്തുണ്ടാവണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ആദ്യത്തെ നടപടിക്രമം, ഒന്നാമത്തെ നടപടിക്ക് 2-3 സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട്. ജൂതന്മാരുമായുള്ള അഗ്രിമെന്റ്, അതുപോലെ തന്നെ മുഹാജിറുകളെയും അൻസാറുകളെയും സഹോദരന്മാരായി സഹോദര ബന്ധം സ്ഥാപിച്ചു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് 90ഓളം വരുന്ന ആളുകൾ ഒരുമിച്ച് കൂടി. പകുതി അൻസാറുകളും പകുതി മുഹാജിറുകളുമായിരുന്നു. അവർ തമ്മിൽ പരസ്പരം ഓരോരുത്തരെ പരസ്പരം പ്രവാചകൻ സഹോദരന്മാരായി ബന്ധിപ്പിച്ചു. ആരുമില്ലാത്ത സമ്പത്തില്ലാത്ത, കിടക്കാൻ വീടില്ലാത്ത, കുടുംബമില്ലാത്ത സാഹചര്യത്തിലാണ് മുഹാജിറുകൾ മക്കയിൽ നിന്ന് വന്നത്. മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകളും ഉണ്ടായിരുന്നു. അവരെ പരസ്പരം ബന്ധിപ്പിച്ച് വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീടിന്റെ പകുതി ഭാഗം മറച്ചുകൊണ്ട് ഒരു ഭാഗത്തെ തുറന്നു കൊടുത്തുകൊണ്ട് വീടിനെ പകുത്തു നൽകി, തന്റെ സമ്പത്തിന്റെ കച്ചവട വസ്തുക്കളെ പകുത്തു നൽകിക്കൊണ്ട് ജ്യേഷ്ഠാനുജ സഹോദരന്മാർ പ്രവർത്തിക്കുന്നത് പോലെ എത്ര വരെ
ബദർ യുദ്ധാനന്തരം അനന്തരാവകാശ നിയമങ്ങൾ ആയത്തിറങ്ങുന്നത് വരെ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഉണ്ടായിരുന്ന ആ സാഹോദര്യ ബന്ധത്തിൽ പരസ്പരം അനന്തരമെടുത്തിരുന്നു. മുഹാജിർ മരിച്ചാൽ റസൂൽ അദ്ദേഹത്തെ നിശ്ചയിച്ചു കൊടുത്ത അൻസാരി അദ്ദേഹത്തിന്റെ സ്വത്തിന് അനന്തരം എടുത്തു, അനന്തരാവകാശിയായിരുന്നു. അൻസാരി മരിക്കുമ്പോൾ മുഹാജിർ അനന്തരം എടുത്തിരുന്നു. അത് അവസാനിച്ചത് ചില ഘട്ടങ്ങളിലൂടെയാണ് അനന്തരാവകാശ നിയമങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അത് ബദർ യുദ്ധത്തിനും ഉഹുദ് യുദ്ധത്തിനും 2 യുദ്ധങ്ങൾക്ക് ശേഷം സ്വഹാബികൾ മരണപ്പെട്ട സന്ദർഭങ്ങളിലായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളിൽ ഒരു നിയമമായിരുന്നു ഈ ഒരു സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹോദര്യ ബന്ധത്തെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ബഹുമത സമൂഹം ഒന്നിച്ച് ജീവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പരസ്പരം അകലുകയും പരസ്പരം അടിപിടി കൂടുകയും പരസ്പരം അകറ്റാനുള്ള സംസാരങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മളില്ലാതിരിക്കാൻ, അകലാതിരിക്കാനും അടുത്തു വരാനുമുള്ള ഒരു മാനസികാവസ്ഥ, എന്തെങ്കിലുമൊക്കെ ചെറിയ 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 പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നേർക്കുനേരെ മുഖാമുഖം ഒന്ന് ഇരുന്ന് പറഞ്ഞു തീർത്ത് അവസാനിപ്പിച്ച് പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം പുറത്തു കൊടുക്കാനുള്ള പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ട് ഇന്ന് തോളോട് തോടുരുമ്പിക്കൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം, നമ്മിലുണ്ടാവണം എന്ന് എന്റെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 5ാമതായി ഈ ഉമ്മത്തിലെ, സമൂഹത്തിലെ ദുർബലമായ പ്രതിനിധികളെ, ദുർബലമായ വിഭാഗങ്ങളെ പ്രത്യേകം പരിഗണിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. സ്ത്രീ അവൾ സൃഷ്ടിപരമായി അവൾ ദുർബലയാണ്. സൃഷ്ടിപരമായി, മാനസികമായി, പുരുഷനെ പോലെയുള്ള മാനസികമായ കരുത്ത്, പുരുഷനെ പോലെയുള്ള ശാരീരികമായ കരുത്ത് അവൾക്കില്ല. അതില്ല എന്നുള്ളത് കൊണ്ട് അവൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തപ്പെടേണ്ടവളും ഒരു അടിമയുടെ റോളിൽ അവൾ ജീവിക്കേണ്ടവളുമല്ല. നമ്മുടെയൊക്കെ കീഴിൽ സ്ത്രീകളുണ്ട്. അവര് നമ്മൾ വില കൊടുത്ത് കന്നുകാലികളെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് പോലെ അവർ വാങ്ങിക്കൊണ്ട് വന്നവരോ അവരെ നമ്മുടെ ചൊൽപ്പടിയിൽ നിർത്തി ഒരു ഭരണത്തോട്, ഒരു മാനേജർ സ്റ്റൈലിലുള്ള ഒരു ഭരണത്തോടു കൂടി കുടുംബ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതോ അല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നൻ നിസാഅ ഇൻദകും അവാനിൻ അഖൽതുമൂഹുന്ന ബിഅമാനത്തില്ലാഹി തആല വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്. നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ, അത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു അമാനത്തിന്റെ ഭാഗമായി, ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി റബ്ബിന്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ച ആളുകളാണ്. അവരെ നിങ്ങൾക്ക് അനുവദനീയമാണ്, അവരുടെ ശരീരം നിങ്ങൾക്ക് അനുവദനീയമാണ്. അത് അനുവദനീയമാക്കപ്പെട്ടത് റബ്ബിന്റെ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അതല്ലാത്ത മറ്റൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ഫലകും അലൈഹിന്ന ഹഖ്ഖുൻ വലഹുന്ന അലൈകും ഹഖ്ഖുൻ, നിങ്ങൾക്ക് അവരിൽ നിന്ന് ഹക്കുള്ളതുപോലെ അവരോട് നിങ്ങൾക്കും ഹക്കുണ്ട്. സ്ത്രീകളോട് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. തന്റെ പിതാവിന്റെ, തന്റെ മാതാവിന്റെ കീഴിൽ പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ച ഒരു സ്ത്രീ ആ പിതാവിൽ നിന്ന്, മാതാവിൽ നിന്ന് വേർപെട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക്, അവന്റെ നിയന്ത്രണത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ തന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുമ്പോൾ അവന്റെ വീടിനകത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. എന്ത് ഹക്ക് നിങ്ങൾക്കുണ്ടോ അതുപോലെ ഹക്ക് തിരിച്ചുമുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെയും നിങ്ങളുടെ വീടുകൾക്കകത്തേക്ക്, കിടപ്പറകൾക്കകത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് അവൾ നിങ്ങളോട് ചെയ്യേണ്ട ഹക്കിൽപ്പെട്ടതാകുന്നു. അവൾക്ക് മാന്യമായ വസ്ത്രവും മാന്യമായ ഭക്ഷണവും നൽകുക എന്നത് നിങ്ങളുടെ മേൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിങ്ങളിലുള്ള ഭൃത്യന്മാർ, സേവകന്മാരായ ആളുകൾ, ആ ആളുകളോട് മാന്യമായി പെരുമാറണം. നിങ്ങൾ ധരിക്കുന്നത് അവരെ ധരിപ്പിക്കണം, നിങ്ങൾ ഭക്ഷിക്കുന്നത് അവരെ ഭക്ഷിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ ഉപദേശിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ന്യൂനപക്ഷമാകുന്ന, സമൂഹത്തിൽ ദുർബലരാകുന്ന, മറ്റുള്ളവരാൽ അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ടോ, രോഗികളാവട്ടെ, വിധവകളാവട്ടെ, യതീമുകളാവട്ടെ, വാർദ്ധക്യത്തിൽ ചെന്നവരാവട്ടെ, ഭൃത്യകളായിക്കൊണ്ട് സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരാവട്ടെ, മറ്റൊരാളുടെ ചൊൽപ്പടിക്ക് കീഴിൽ അവർക്ക് വിധേയരായി ജീവിക്കേണ്ടി വരുന്ന ആളുകളോടുള്ള പരിഗണന, അത് പ്രവാചകന്റെ അന്തിമമായ സംസാരത്തിൽ ഗൗരവത്തോടുകൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തുദ്ധരിച്ചുകൊണ്ട് നമ്മെ ഉപദേശിച്ച വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളിലേക്കുള്ള സൂചനകളാണ് പ്രവാചകന്റെ അന്തിമമായ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ സംസാരത്തെ കുത്തുവ കഴിഞ്ഞു പോയാലും ആ പ്രവാചകന്റെ യൂട്യൂബൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്താൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക.
പ്രവാചകന്റെ ഖുത്ബത്തു ഹജ്ജത്തുൽ വദാ ഒന്ന് സെർച്ച് ചെയ്താൽ ആ പ്രവാചകന്റെ സംസാരവും അതിന്റെ ഇംഗ്ലീഷും മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനൊക്കെ ധാരാളമായിട്ട് അതിൽ നിന്ന് അതൊക്കെ ഒന്ന് കേട്ടിട്ട് അതിൽ 1 by 1 ആയിട്ട് ആ പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെച്ച് തന്റെ ജീവിതത്തെ അതായിട്ടൊന്ന് ഇങ്ങനെ താരതമ്യം ചെയ്ത് അതിനൊക്കെയാണ് മരണത്തിന് മുൻപ് സമയം കണ്ടെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടത്. ജീവിതത്തെ മാറ്റത്തിന് വിധേയമാക്കാൻ, പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ മാറ്റത്തിന് വിധേയമാക്കാൻ പരിശ്രമിക്കുക. അത്തരത്തിൽ ആ പ്രവാചകന്റെ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمدلله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضاه. الصلاة والسلام الأتمان الأكملان الأدومان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ തന്റെ സംസാരം അവസാനിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ ആ സമൂഹത്തോട് ചോദിച്ചു, നാളെ റബ്ബിന്റെ മുൻപിൽ എത്തിയാൽ നിങ്ങൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടിയാണ്? ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് 23 വർഷങ്ങൾക്ക് മുൻപ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ചുമതല, ആ ചുമതലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കിടയിൽ 23 വർഷക്കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ അമാനത്ത്, എന്നെ ഏൽപ്പിച്ച ബാധ്യത പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് റബ്ബ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അവര് പറയും, ഒരേ സ്വരത്തിൽ സമൂഹം ഒന്നാകെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ സന്ദേശം താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ സമയത്ത് പ്രവാചകൻ തന്റെ കണ്ണുകളെ, തന്റെ കൈവിരലിന് ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ശഹദ്, അല്ലാഹുമ്മ ശഹദ്, അല്ലാഹുമ്മ ശഹദ്. ഈ ജനങ്ങൾ മുഴുവൻ പ്രതികരിച്ചതിന് റബ്ബേ നീ സാക്ഷിയാണ്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ദഅവത്താകുന്ന ഉത്തരവാദിത്വം, അത് പ്രവാചകൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ആ ദഅവത്ത് ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. പ്രവാചകൻ കഴിഞ്ഞുപോയി, കടന്നുപോയി. പ്രവാചകൻ പഠിപ്പിച്ച കൊണ്ടുവന്ന ശുദ്ധമായ ദീൻ, പരിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ സ്വഹീഹായ ഹദീസ്, അത് ഖിയാമത്ത് നാൾ വരെ മനുഷ്യ സമൂഹത്തിന് കൈമാറേണ്ട ഉത്തരവാദിത്വം ഇനി നമ്മിലാണുള്ളത്. മഹാഭൂരിപക്ഷം വരുന്ന സമൂഹം ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ, അത് ഖത്തീബിന്റെ പണി, ഉസ്താദിന്റെ പണി, കുറച്ച് താടി നീട്ടുള്ള ആൾക്കാരൊക്കെ അല്ല, അലിമീങ്ങളുടെ വിവരമുള്ളവന്റെ ഒക്കെ പണി അല്ല. ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. പണ്ഡിതന്മാര് അതിനെ ഫർള് ഐനും ഫർള് കിഫായുമായിട്ട് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു പ്രദേശം, ഒരു ഗ്രാമം, ആ ഗ്രാമത്തിൽ തൗഹീദ് ബോധ്യപ്പെട്ട ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഉള്ളതെങ്കിൽ അവന്റെ മേൽ അത് ഫർള് ഐനാകുന്നു. അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച്, നോമ്പിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ നീ നിന്റെ നാലുപാടുണ്ടായിരുന്ന ആളുകൾക്ക് ഇസ്ലാം എത്തിച്ചു കൊടുത്തോ എന്ന ചോദ്യം അവൻ ചോദിക്കപ്പെടും. ഒരു പ്രദേശത്ത് ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ, ഒരു സംഘടനാ സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു ജംഇയ്യ ഉണ്ടെങ്കിൽ, അതിന് കൃത്യമായ ഒരു രൂപവും ഭാവവും ഉണ്ടെങ്കിൽ അത് ഫർള് കിഫായാകുന്നു. സമൂഹത്തിന്റെ സാമൂഹികമായ ബാധ്യത ആരെങ്കിലും ഒരാൾ ചേർത്താൽ മതി. ആരെങ്കിലും ഒരാൾ തീർത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഖുർആൻ പറയുന്നു, ഫൽതകും മിൻകും ഉമ്മ, ഫൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാവട്ടെ, ഒരു സമുദായം, ഒരു സമൂഹം ഉണ്ടാകട്ടെ. എങ്ങനത്തെ സമൂഹമായിരിക്കണം? യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിരോധിക്കുന്ന. ഇതാണ് ഈ 3 കാര്യം. ഖൈറ്, ആ ഖൈറിലേക്ക് വിളിക്കുക. ഖൈറിൽ വെച്ച് ഏറ്റവും വലിയ ഖൈർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും വലിയ ഷർറ് അത് ശിർക്കാണ്. ബാക്കി അതിന്റെ ഇടയിൽ വരുന്നതെല്ലാം വിളിച്ചുകൊണ്ടേയിരിക്കണം സമൂഹത്തെ. ഓരോരുത്തരും അവനവന് നൽകപ്പെട്ടിട്ടുള്ള കഴിവ് അത് ദഅവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് അവന്റെ മേൽ വാജിബായ, നിർബന്ധമായ ഒരു കാര്യമാകുന്നു. അത് വ്യക്തി ബാധ്യതയിൽപ്പെട്ടതാകുന്നു, അത് സാമൂഹികമായ ബാധ്യതയിൽപ്പെട്ടതാകുന്നു. ഒരാൾക്ക് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടോ? ഇങ്ങനെ നിന്നിട്ട് ഒച്ചട്ടിന് പ്രസംഗിക്കാൻ ഇവിടെ അവസരം ഉണ്ടോ? ഇവിടെ പ്രസംഗിക്കുക. ഇവിടെ അവസരമല്ലേ? അങ്ങാടിയിൽ എന്നിട്ട് പ്രസംഗിക്കുക. നോഹ നബിന്റെ ദഅവത്തിനെ കുറിച്ച് സൂറത്ത് നോഹന്റെ പ്രാരംഭ ഭാഗത്ത് നോഹ നബി അള്ളാഹിനോട് പറയുന്ന, റബ്ബേ ഞാൻ വിളിച്ചു, എന്റെ സമൂഹത്തെ ഞാൻ വിളിച്ചു, രാവും പകലും വിളിച്ചു, രഹസ്യമായും പരസ്യമായും വിളിച്ചു, ഒറ്റക്കും കൂട്ടായും വിളിച്ചു. അവരൊക്കെ തിരിഞ്ഞുപോയി, ആരും കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇവരങ്ങോട്ട് നീർക്കണം, ഭൂമിയിൽ നിന്നിട്ട് നീക്കണേന്ന് നോഹ നബിന്റെ പ്രാർത്ഥന. അള്ളാഹ് തൂഫാൻ ഇറക്കി, ജലപ്രളയം, ഭൂമിയിൽ നിന്നും വെള്ളം, മേലെന്നും വെള്ളം. ആ ദഅവത്തിനെ ഉൾക്കൊള്ളാതെ പോയപ്പോ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
ആളുകളോട് ദീൻ പറഞ്ഞ് ആളുകൾ കൂട്ടാക്കുന്നില്ല, ദേഷ്യം പിടിച്ചു അല്ല കടലിന്റെ ഉള്ളിലിട്ട് മത്സ്യത്തിന്റെ വയറ്റിനകത്തിട്ട് ഇരുട്ടുകൾക്കകന്ന മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലെ ഇരുട്ട്, കടലിന്റെ ആഴത്തിലെ വെള്ളത്തിന്റെ ഇരുട്ട്, ആ ഇരുട്ടിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തന്നെ തൗഹീദ് പ്രഖ്യാപിച്ചു. സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ആ തൗഹീദ്, പിന്നെ തൗഹീദിലൂടെ മാത്രമേ നിർഭയത്വം ഉണ്ടാവുള്ളൂ. പേടില്ലാതെ അവിടെ ഇരുന്ന് പറയാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗിക്കാൻ കഴിവുള്ളവൻ പ്രസംഗിച്ചുകൊണ്ട്, എഴുതാൻ കഴിവുള്ളവൻ എഴുതിക്കൊണ്ട്, രണ്ടിനും കഴിവില്ലേ. പിന്നെ അതാ അവിടെ പുറത്ത് ഇങ്ങനെ എപ്പോഴും പോകുമ്പോ ഇങ്ങനെ കാണാം, ബൾക്കായിട്ട് ഇങ്ങനെ ലഘുലേഖം ഇങ്ങനെ എന്തെങ്കിലും നിർഭയത്വം തൗഹീദിലൂടെ നിർത്തുന്നു വായിച്ചു. അതൊരു 5 കോപ്പി ഒന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് പോണ വഴിക്ക് തന്റെ കടയിൽ ചെന്നാൽ അവിടെയുള്ള സ്റ്റാഫിന് 4-5 കൈമാറുക. ഞാൻ ദഅവത്ത് എന്ന് പറയാം, ഇതിനാണ് ദഅവത്ത് എന്ന് പറയാം. അപ്പൊ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും. ആ പ്രയാസം സഹിക്കണം എന്നാണ് ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനോട് പറഞ്ഞത്. യാ ബുനയ്യ ഖുമിസ് സ്വലാത്ത് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക്. എന്റെ പൊന്നുമോനെ, നീ നമസ്കാരം നിലനിർത്തണം, ജനങ്ങളോട് നന്മ കൽപ്പിക്കണം, ജനങ്ങളോട് തിന്മയെ വിലക്കണം. തിന്മ കണ്ട ചെയ്യരുതിട്ടോ എന്ന് പറയാം. കൈയോണ്ട് കൈയോണ്ട് പിടിക്കണം എന്നാണ്. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നാവ് കൊണ്ട് ഒന്ന് ഉപദേശിച്ചു നോക്കണം. കൈകൊണ്ട് മക്കളൊക്കെ തിന്മ ചെയ്യുമ്പോൾ കൈകൊണ്ട് തടുക്കാൻ പറ്റും. മക്കള് മൊബൈൽ ഫോണിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കും, ആവശ്യമില്ലാത്ത കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ അപ്പിയും ഇങ്ങനെ ചിരിച്ചു കൊടുക്കല്ല വേണ്ടത്, അത് കൈകൊണ്ട് വാങ്ങിയിട്ട് അപ്പുറത്തേക്ക് വെക്കുക വേണ്ടത്. അത് വാങ്ങാൻ കഴിയാത്ത, കൈകൊണ്ട് തടുക്കാൻ പറ്റാത്ത നാവുകൊണ്ടൊരു ഉപദേശം കൊടുക്കണം. ഇനി അതിനും പറ്റുന്നില്ല, അവന് മനസ്സുകൊണ്ടൊരു വെറുപ്പെങ്കിലും ഈമാൻ. തിന്മ കാണുന്നിടത്ത് മനസ്സുകൊണ്ടുള്ള വെറുപ്പെങ്കിലും പ്രകടിപ്പിക്കുക. മക്കളിങ്ങനെ ഓണാവുമ്പോ മുസ്ലിം പെൺകുട്ടികൾ അങ്ങാടി കൂടെ ഇങ്ങനെ സാരി ചുറ്റി ഡാൻസും കളിക്കും, നമുക്കൊന്നും പോയിട്ട് കൈകൊണ്ട് പിടിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ അതിന്റെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നിട്ട് ആസ്വദിക്കല്ലേ വേണ്ടത്. വാതിലടച്ച റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുക, അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന്. അതുകൊണ്ട് ദഅവത്തിന്റെ മേഖല അത് പ്രവാചകന്റെ ഹജ്ജത്തുൽ വദാഇന്റെ സന്ദേശത്തിൽപ്പെട്ടതാകുന്നു. അത് ഏതൊരു തലത്തിലാണോ ഉപയോഗിക്കാൻ കഴിയുക. കച്ചവടമാണ്, നല്ല തിരക്ക, ഒന്നിനും ഒഴിവില്ല. എന്താ ചെയ്യാ, കയ്യിൽ പണമുണ്ട്, ആ പണം എടുത്തു കൊടുക്കുക. നമുക്ക് പ്രോഗ്രാം ഒരു അങ്ങാടിയിൽ ഒരു വയല് പറയണം, അങ്ങാടി ആ തലശ്ശേരി അങ്ങാടിയിൽ ഒരു പൊതുപ്രഭാഷണം നടത്തണമെങ്കിൽ മിനിമം 25,000 റുപ്യ. 25,000 റുപ്യ എടുത്ത് കൈ കൊടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ ഒഴിവില്ല, കച്ചവടത്തിന്റെ തിരക്കിലുള്ളത്, എന്റെ പൂർണ്ണമായ ചെലവില പ്രോഗ്രാമുകൾ നടത്തണം. അതൊരു ഉത്തരവാദിത്തമാണ്. റബ്ബ് എന്താ തന്നത്, ഏത് കഴിവാ തന്നത്, ഏത് അവസരമാണ് തന്നത്, ആ അവസരത്തെ ദഅവത്തിന്റെ മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുക, അത് ആ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടപ്പെടുക എന്നത് ഓരോരുത്തരും വ്യക്തിപരമായി അധിഷ്ഠിതമായ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടാവുകയും ആ മേഖലയിൽ തങ്ങളുടേതായ പങ്കാളിത്തം ദൈനംദിന ജീവിതത്തിൽ വെച്ച് പുലർത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകാധ്യാപനങ്ങൾ ഹജ്ജത്തുൽ വദാഇലേത് ഉൾപ്പെടെയുള്ള പ്രവാചക ജീവിതത്തിലെ മുഴുവൻ ഉപദേശങ്ങളെയും ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പ്രവാചകന്റെ കൽപ്പനകളെ ശിരസ വഹിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുകയും അള്ളാഹുവിന്റെ മുൻപിലുള്ള വിചാരണയെ എളുപ്പമായി പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഒന്നൊക്കെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച വലിയ പെരുന്നാളായിരിക്കും. പുറത്ത് ഈദ്ഗാഹ് നടത്തുന്നില്ല. മഴയുടെ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ പള്ളിയുടെ മുറ്റത്ത് ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മഴയുടെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളിക്കകത്ത് വെച്ച് കൃത്യം രാവിലെ 7 മണിക്ക് ഈദ് നമസ്കാരം പള്ളിയിൽ ആരംഭിക്കുന്നതാണ്. പെരുന്നാളിന്റെ മര്യാദകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നേരത്തെ പുറപ്പെട്ട് നല്ല വസ്ത്രം ധരിച്ച് തക്ബീർ മുഴക്കിക്കൊണ്ട് നേരത്തെ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് കുടുംബസമേതം നേരത്തെ പള്ളിയിലേക്ക് എത്താൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാൾ ദിവസത്തെ അത് ആഘോഷിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ തൊട്ട് തലേ ദിവസം ദുൽഹജ്ജ് 9, ആ ദിവസത്തിന്റെ പേര് അറഫ ദിനം എന്ന്. അറഫ ദിനത്തിൽ നോമ്പെടുക്കാൻ 2 വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അറഫ ദിനത്തിൽ നിങ്ങൾ നോമ്പെടുക്കുക എന്നാണ് പ്രവാചകന്റെ കൽപ്പന. ആ ദിനം അത് സൂര്യന്റെ ചലനമനുസരിച്ച്, ചന്ദ്രന്റെ ചലനമനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാനുള്ള സാധ്യത ശാസ്ത്രീയപരമായി നമുക്ക് നമ്മുടെ ജീവിത
അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അറഫ ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ബുധനാഴ്ചയായിരിക്കും. ഇനി സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റിയ ദിവസങ്ങളാണ് തിങ്കളും ചൊവ്വയും ബുധനും നാളെ ശനി ഞായറൊക്കെ നോമ്പെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ നോമ്പെടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. തിന്മകളെ പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തെ നയിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وآله وسلم تسليما كثيرا والحمد لله رب العالمين.